നമസ്കാരം. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതി നിമിത്തം ഉപദ്രവിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കന്യാസ്ത്രീ പീഡനക്കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധി വന്നപ്പോൾ കുറവിലങ്ങാട് മഠത്തിലെ നിരാലംബയായ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ ഈ വേദവാക്യം ഓർത്തിട്ടുണ്ടാകണം. നിയമവും നീതിയും വിപരീത പദങ്ങളാകുന്നതിന്റെ വൈരുദ്ധ്യത്തെക്കുറിച്ച് പലരും ദുഃഖിച്ചിട്ടുണ്ടാകണം. മേലാള ബന്ധം നിലനിൽക്കുന്ന ഇരുളടഞ്ഞ സംവിധാനങ്ങളിൽ ഇര ഉടനടി പരാതി കൊടുക്കണമെന്നില്ലെന്ന സുപ്രീം കോടതി നിരീക്ഷണം ഇന്ന് പലരും ഉദ്ധരിച്ചിട്ടുണ്ടാകും. കോടികൾ കൊണ്ട് വിലപേശി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നതടക്കം ആരോപണമുയർന്ന കേസിൽ ഇങ്ങനെയൊരു വിധി വന്നതിന്റെ നൈതിക യുക്തി കാലം വിലയിരുത്തട്ടെ. എന്തായാലും ഉരുക്കുകോട്ട പോലെ കരുത്തുറ്റ സഭാ സംവിധാനത്തോട് പോരാടി തോറ്റവരല്ല കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീകൾ. നീതിക്കായി അങ്ങനെ ഒരു പോരാട്ടം നടന്നു എന്നത് തന്നെ സഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. എങ്കിലും കന്യാസ്ത്രീകളുടെ പോരാട്ടം വൃഥാവിലായോ എന്ന ചോദ്യം ഓരോ മനുഷ്യ മനസ്സിലും ഇന്ന് മുഴങ്ങുന്നുണ്ട്. ഈ ചോദ്യമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈമും ഉന്നയിക്കുന്നത്. സ്വാഗതം. ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ, ശ്രീ PC ജോർജ്, ശ്രീ PP ജോസഫ്, ഒപ്പം സിസ്റ്റർ ജസ്മി എന്നിവരാണ്. ആദ്യം ഞാൻ സിസ്റ്റർ ലൂസിയിലേക്കാണ്. സിസ്റ്റർ ലൂസി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഏറെ നിരാശയുള്ളതാകും താങ്കൾക്ക് ഉൾപ്പെടെ പലർക്കും. അത് സഭയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു പോരാട്ടം മുൻപാരും കണ്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. ആ വലിയ പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ വഴിയിൽ പലതും നഷ്ടമായിട്ടുണ്ട്. പല പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല പ്രതിസന്ധികളും കടക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഈ വിധിന്യായം കേട്ടപ്പോൾ പോരാട്ടം വെറുതെയായി എന്ന് തോന്നുന്നുണ്ടോ? വിധിവാചകം വളരെ വേദനാജനകമായിരുന്നു. നിരാശാജനകമെന്ന് പറയത്തില്ല, വേദനാജനകമായിട്ടാണ് മാറിയത്. എക്കോ വരുന്നുണ്ടല്ലോ സിസ്റ്റർ, വളരെ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കാം. ഈ ഒരു പോരാട്ടത്തിൻ്റെ പുറത്ത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് സ്വഭാവഹത്യ തുടങ്ങി ആക്രമണം വരെ എത്തിയേക്കാവുന്ന തരത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അചഞ്ചലരായി നിന്ന സിസ്റ്റർ അനുപമ അടക്കം ഇന്നത്തെ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ തൊണ്ടയിടറി സംസാരിക്കുന്നത് കേട്ടപ്പോൾ എത്രമാത്രം അപ്രതീക്ഷിതമായിരുന്നു ആ വിധി എന്ന് തോന്നി. സിസ്റ്റർക്കും അങ്ങനെ തന്നെയായിരുന്നു? അതെ, തീർച്ചയായിട്ടും വിധി തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ മുഴുവനും മനസാക്ഷിയുള്ള നീതിക്ക് വേണ്ടി ദാഹിക്കുകയും തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്ത രാജ്യത്തിലെ മുഴുവൻ പൗരന്മാരെയും വേദനിപ്പിച്ച ഒരു വിധിയുമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ആ സിസ്റ്റേഴ്സ് നടത്തിയ പോരാട്ടം വളരെയധികം പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് സ്ത്രീകൾ അബലരും ബലഹീനരും എന്ന് മുദ്ര കുത്തപ്പെടുന്ന സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ രണ്ടാം കിട എന്ന് തന്നെ വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും നീതിക്ക് വേണ്ടിയിട്ട് തങ്ങൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു, അതിന് കുറ്റക്കാരായവരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസിലാണ് ഇപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള വേദനാജനകമായ ഒരു വിധി പ്രസ്താവനയുടെ ദുഃഖത്തിൽ ഇപ്പോഴും ആയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ആ സിസ്റ്റേഴ്സിനോടും ആ സിസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്ത രാജ്യത്തിലെ മനസാക്ഷിയുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളോടും പറയാനുള്ളത്, ആ സിസ്റ്റേഴ്സിനെ നമ്മൾ അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുള്ളൂ. കാരണം ലോക ചരിത്രത്തിൽ തന്നെ സഭാ മേലധ്യക്ഷന്മാർക്കെതിരെ, അവരുടെ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശബ്ദിച്ച, പ്രതികരിച്ച, ധീരതയോടെ മുന്നോട്ട് വന്ന ആ വനിതകൾ എന്നും നമ്മുടെ സമൂഹത്തിൽ ആദരിക്കപ്പെടണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദേശം അവർക്കൊരു എഴുന്നേറ്റ് നിന്നൊരു സല്യൂട്ടാണ് അടിക്കേണ്ടത്. ഇതൊരു പരാജയമായിട്ട് ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു വിജയം തന്നെയാണ്. ഇത്രത്തോളം എത്താൻ കഴിഞ്ഞതൊരു വിജയമാണ്. അതുകൊണ്ട് തന്നെ, കാരണം നമുക്ക് നമ്മുടെ സ്ത്രീ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ അടക്കമുള്ള മർദ്ദനങ്ങൾക്ക്, ഇത് ശാരീരികവും മാനസികവുമായ മർദ്ദനങ്ങൾ തന്നെയാണ്. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശങ്ങളുടെ നിഷേധനമാണിത്. എന്നിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇത്ര അന്തസ്സോടെ അവർക്ക് ഇതിനെതിരെ പോരാടുവാൻ ശക്തി ലഭിച്ചെങ്കിൽ, ഇത്ര കാലം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ തികച്ചും
ഇതുവരെയുള്ള ഘട്ടങ്ങൾ, അവർ ചെയ്ത ഘട്ടങ്ങൾ, ഈ പോരാട്ടത്തിന് വേണ്ടി നടത്തിയ പീഡനങ്ങളെ മറികടന്ന് ചെയ്ത, മാനസികമായ സമ്മർദ്ദങ്ങളെ മറികടന്ന് നടത്തിയ പോരാട്ടങ്ങൾ അഭിനന്ദനാർഹമാണ്. ഇത് ഈ നമ്മുടെ ഭാരത രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമില്ല. അബലകളായ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, അവർ നീതി ലഭിക്കുവാൻ വേണ്ടിയുള്ള ഈ പ്രയത്നം ഇവിടം കൊണ്ട് തീരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ പോരാട്ടം അവർക്ക് എന്നും ഒരു കിരീടം തന്നെയാണ്, ഒരു സ്വർണ്ണ കിരീടമായിട്ട് തന്നെ ഇത് നിലനിൽക്കും. ഇവിടെ ഏതെങ്കിലും രീതിയിൽ അവർ വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് പരിഗണിക്കാതിരിക്കുക. നമ്മൾ നീതി കിട്ടിയിട്ടില്ല, ശരിയാണ്, പക്ഷെ ഇനിയും നമുക്ക് പോരാട്ടം തുടരാമല്ലോ. എന്താ പറയുക, ഖേദത്തോടെയാണ് പോരാട്ടം. സിസ്റ്റർ ജസ്മി, ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആയിരുന്ന ശ്രീ ഹരിശങ്കർ പറഞ്ഞ ഒരു വാചകം ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് അതാണ്. അതായത്, ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഇനി ഒരിക്കലും അത് തുറന്നു പറയാനാവാത്ത വിധത്തിലുള്ളതായിപ്പോയി, അല്ലെങ്കിൽ അത് തുറന്നു പറയാൻ ധൈര്യം ഇനി കിട്ടാത്ത തരത്തിലുള്ള ഒരു വിധിയായിപ്പോയി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കത്തോലിക്ക സഭ നമുക്കറിയാം, ഒരു വലിയ കോട്ട പോലെയാണ്. ആ കോട്ടയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ദുരനുഭവത്തെ പറ്റി ഒരു സ്ത്രീ പറയണമെങ്കിൽ ആ സ്ത്രീക്കൊപ്പം നിൽക്കാൻ മറ്റ് ഏറ്റവും നിരാലംബരായ, സംവിധാനത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും നിരാലംബരായ മറ്റ് 5 കന്യാസ്ത്രീകൾ നിൽക്കണമെങ്കിലൊക്കെ എത്രമാത്രം ധൈര്യം വേണ്ടി വരുമെന്ന് ആ സംവിധാനത്തിനകത്ത് നിന്ന് താങ്കൾക്ക് നന്നായി അറിയാം. അപ്പോൾ ആ തരത്തിൽ ഈ ഒരു വിധി ഒരു നിരാശ പകരുന്നുണ്ടോ? ഈ വിധി വളരെ വേദനാജനകമാണ്, വളരെ അപ്രതീക്ഷിതമാണ്. എനിക്കും ഇക്കോ വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇക്കോ വരരുതെന്ന്. ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കുകയാണ്, അതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇത് വളരെ വിഷമം നമുക്ക് അനുഭവപ്പെട്ടു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അപ്രതീക്ഷിതമാണ്. എനിക്ക് അദ്ദേഹം പ്രോസിക്യൂഷൻ്റെ മുൻ SP പറഞ്ഞ ഒരു വാക്ക്, ഇറ്റ് വാസ് എൻ എബറേഷൻ എന്നാണ്. സാധാരണ നിയമത്തിൽ നമ്മൾ കാണാത്ത ഒരു എബറേഷനാണ് എന്ന് പോലും പറഞ്ഞപ്പോൾ അതാണ് ഷോക്കടിപ്പിച്ച പോലെ നമുക്ക് ആയിപ്പോയത്. എനിക്കറിയാം എത്രമാത്രം ധൈര്യം വേണം. പുറത്തിറങ്ങിയ, എന്നേക്കാൾ പുറത്തിറങ്ങിയ ഒരുപാട് സിസ്റ്റേഴ്സുണ്ട്, വൈദികരുണ്ട്. ഇവരാരും അവരുടെ അനുഭവങ്ങൾ എഴുതാൻ തയ്യാറായില്ല. ആദ്യമായി എഴുതിയത് ഞാനാണ്. അപ്പോൾ പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതേണ്ടി വന്നത്. എനിക്ക് ഒരു പ്രത്യേക കാരണം കൊണ്ടും കൂടി എഴുതേണ്ടി വന്നു. ഞാൻ മാനസിക രോഗിയാണ് എന്ന് മുദ്ര കുത്തപ്പെട്ടിട്ട് അതാണ് അധികാരികൾ പറഞ്ഞത്. മാനസിക രോഗം മൂലം സിസ്റ്റർ ജസ്മി പ്രിൻസിപ്പൽ സ്ഥാനവും മഠത്തിലെ അംഗത്വവും രാജിവെച്ചിറങ്ങുന്നു. ഇതാണ് അവിടെ നിന്ന് വന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു മാനസിക രോഗിയായ എനിക്ക് ഒരു ജോലി കിട്ടില്ല, ഒരു സൗഹൃദം കിട്ടില്ല, താമസിക്കാനൊരിടം കിട്ടില്ല. അപ്പോൾ എനിക്ക് മാനസിക രോഗമില്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ആമേൻ എന്ന ആത്മകഥ എഴുതിയത്. അപ്പോൾ ആ ധൈര്യം ദൈവം തന്നതാണ്. ജീസസാണ് എന്നെ പുറത്തു കൊണ്ടുവന്നതും അത് എഴുതാനുള്ള ധൈര്യം തന്നതും. അപ്പോൾ ഈ ധൈര്യം മറ്റു പലർക്കും ഇല്ലാത്തൊരു ധൈര്യം, ഒരു കാൽവെപ്പാണ് ഞാൻ വെച്ചത്. പക്ഷെ 10-12 വർഷം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ധീരതയുള്ളവരെ ഞാൻ കണ്ടു. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ വഞ്ചി സ്ക്വയറിൽ വന്ന ആ സിസ്റ്റേഴ്സും ആ സഹപ്രവർത്തകരും, അതോടൊപ്പം തന്നെ ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ, അതൊക്കെ എന്നേക്കാൾ കൂടുതൽ ധൈര്യം കാണിച്ചവരാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഇത് ഒരു പന്താവിലെ എൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പ് കഴിഞ്ഞ് ഇതാ ഒരുപാട് പേര് പിന്നെയും വന്ന് അവരും അനുഭവങ്ങൾ തുറന്നു പറയുന്നത് സഭയെ നവീകരിക്കാനാണ്. ഞങ്ങളാരും സഭയ്ക്ക് എതിരല്ല, ഞങ്ങളൊക്കെ സഭയെ നവീകരിക്കാനാണ്. ഇപ്പോൾ ഈ സിസ്റ്റർ വന്ന് പറഞ്ഞത് ഇത്തരം അനുഭവങ്ങളുള്ള ഒരുപാട് സിസ്റ്റേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. പലരും കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഷെയർ ചെയ്യുന്നു, ചിലർ കുമ്പസാരത്തിൽ ഷെയർ ചെയ്യുന്നു, തമ്മിൽ ബാച്ച്മേറ്റ്സ് കൂടുമ്പോൾ ഷെയർ ചെയ്യുന്നു. ഇത്തരം അനുഭവങ്ങളുള്ളവർക്ക് പബ്ലിക്കായി പറയാൻ, അത് അധികാരികളോട് പോലും തുറന്നു പറയാൻ വിഷമിച്ച് നിൽക്കുന്നു. അതിന് ശേഷം ഈ സിസ്റ്ററാണെങ്കിൽ അധികാരികളോട് പറഞ്ഞു. അതിൽ നിന്നൊന്നും ഗുണം കിട്ടാതെ വന്നപ്പോഴാണ് അവസാനം കോടതിയിൽ അഭയം തേടിയത്. അപ്പോൾ ആ ഒരു ധീരത കാണിച്ചു. ആ സിസ്റ്ററുടെ കൂടെ സഹപ്രവർത്തകരുണ്ടായി. അത് സിസ്റ്റർക്കൊരു വലിയ നേട്ടമാണ്. കാരണം ആദ്യത്തെ കാലമൊക്കെ ഞാൻ ഈ നോറ എന്ന് പറഞ്ഞ ഇബ്സൻ്റെ ഡോൾസ് ഹൗസിലെ നോറ പടിയിറങ്ങുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ പിന്നീട് അസ്തിത്വം എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ഫിലിം വന്നപ്പോൾ അതിലെ നായിക ഇറങ്ങുമ്പോൾ
വുഡ് ബി ഡോട്ടർ ഇൻ ലോ, മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഡോട്ടർ ഇൻ ലോ കൂടി ഈ സ്ത്രീയുടെ കൂടെ, അമ്മായിമ്മയുടെ കൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ രണ്ടായി. ഇപ്പോൾ ഇവിടെ ഞാൻ 5 പേരെയാണ് കാണുന്നത്. അപ്പോൾ പുരോഗമനമുണ്ട്. പക്ഷേ ഇത്തരമൊരു വിധി വന്നപ്പോൾ ഇത് എന്തുമാത്രം ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ഇത്ര ബാധിച്ചെങ്കിൽ, ഇത്ര ദുഃഖിതരാക്കിയെങ്കിൽ അതിൻ്റെ ശരിയായ അനുഭവസ്ഥരായ സിസ്റ്റേഴ്സിനെ കുറിച്ച് വല്ലാത്ത വിഷമം തോന്നുന്നു. അവരെക്കുറിച്ച് മാത്രമല്ല, ഈ ഒരു വിധിയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്കും പറയാനുണ്ടെന്ന് പറയാൻ കാത്തിരുന്ന അനേകം സിസ്റ്റേഴ്സിൻ്റെയും അനേകം സ്ത്രീകളുടെയും വായ അടഞ്ഞു പോയിരിക്കുകയാണ് തൽക്കാലമെങ്കിലും. ഞാൻ തൽക്കാലം എന്നേ പറയുള്ളൂ. എല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ നൈമിഷികമാണ്. ജസ്മിയോട് ചോദിച്ചതുപോലെ SP ഹരിശങ്കറിന്റെ ആ പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു. മാത്രമല്ല, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ രാജ്യത്തെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു വിധിയായിരിക്കും ഇത്. ഇതുവരെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ സ്വീകരിച്ച ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റിൽ നിന്ന് തീർത്തും വിരുദ്ധമാണ്. അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. താങ്കളെ സംബന്ധിച്ച് ഈ വിധി അപ്രതീക്ഷിതമോ അത്ഭുതകരമോ ആണോ? എനിക്ക് അപ്രതീക്ഷിതവും അല്ല, അത്ഭുതവും ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീജ ഇപ്പോൾ പറയുന്ന കമൻറ്റ് കേട്ടപ്പോൾ ശ്രീജ ഒരു വശത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരു കത്തോലിക്കനാണ്. എനിക്കൊരു കത്തോലിക്കത്വം ഇല്ല ഇതിനകത്ത്. ഇത്തരം കാര്യങ്ങളിൽ നിഷ്പക്ഷമായി അഭിപ്രായം പറയുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. ഉദാഹരണം 100 വേണേൽ പറയാം. എന്തിന് റോബിൻ അച്ഛൻ ഉടുപ്പൂരിപ്പോയത് ഞാൻ പറഞ്ഞിട്ടാണ്. ദീപികയിലെ അച്ഛനായിട്ട് ദീപയെ തകർത്തില്ല ഞാനല്ലേ സത്യം പറഞ്ഞത്. ദീപയെ കച്ചവടം നടത്തിയ അച്ഛന്മാരെ അടിച്ചിറക്കാൻ കൂടിയവനെയാണ്. അല്ലാതെ ഞാനിങ്ങനെ അച്ഛന്മാർക്ക് ഓശാന പാടുന്നതൊന്നുമല്ല. ശ്രീജ സമയം അനുവദിക്കുക. അതായത് ഈ സിസ്റ്റർ എന്ന് പറയുന്ന എന്ത് അവകാശം? സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഭയിൽ നിന്ന് സ്വയം പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഉടുപ്പുരിട്ടോട്ടെ, സിസ്റ്റർ എന്ന് പറയാൻ അവകാശമില്ലാതാവും. ഏത് ഞങ്ങളുടെ സഭയിൽ നിങ്ങൾക്കാർക്കും സിസ്റ്റർ എന്ന് വിളിക്കാം, എനിക്ക് വിളിക്കാം, ഒരു വിരോധമില്ല. ഞാനിത് ഇടപെട്ട കാര്യം ശ്രീജ ഹൃദയവേദനയോട് ഞാൻ പറയട്ടെ. ഞാനിത് ഇടപെടാൻ കാരണം ഈ ഫ്രാങ്കോ പിതാവ് ഇങ്ങനെ സിസ്റ്ററോട് മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞു വാർത്തകളും ബഹളങ്ങളും ചാനലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോട്ടയത്ത് ചെന്നപ്പോൾ പത്രക്കാർ അദ്ദേഹം ഒന്ന് പറയട്ടെ. ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളൊരു തർക്കത്തിലേക്ക് പോകാതെ അദ്ദേഹം ഈ വിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ളതൊന്ന് പറഞ്ഞോട്ടെ. കൂടിയിരിക്കുന്ന മുഴുവൻ പിന്നെ എങ്ങനെ നന്നാവും? ഇല്ല ഇല്ല, ഞാൻ മിണ്ടിയോ? ഞാൻ വരാം. പിന്നെന്താ ഇവർക്ക് ഇത്ര സൂക്കേട്? ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട, പറഞ്ഞേക്കാം. എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുള്ളത്, ഈ ചർച്ചയിൽ അങ്ങ് ദയവായി എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട്. 2 സ്ത്രീകളുണ്ട് നമ്മുടെ പാനലിൽ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഭൂരിഭാഗം വരുന്ന സ്ത്രീകളെ കുറിച്ചാണ്. നമുക്ക് അവരെ അപമാനിക്കുന്ന തരത്തിലൊരു പരാമർശം വേണ്ട. ദയവായി താങ്കൾക്ക് പറയാനുള്ളത് തുടർന്നു. ആരപമാനിച്ചു? ഞാൻ എന്താ അപമാനിക്കാൻ വർത്താനം പറഞ്ഞത്? ഞാൻ ഒരു സ്ത്രീ അപമാനിച്ചിട്ടില്ല. എന്റെ ആവശ്യം എനിക്കില്ല. പറഞ്ഞോളൂ. സത്യം പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഈ വിധിയെ കുറിച്ചാണ്. ഈ വിധിയെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് പറയൂ. ഞാൻ പറഞ്ഞു അതിലേക്ക് വരാൻ നിങ്ങളെ അനുവദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ ചർച്ച നിർത്താം. എനിക്ക് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. എൻ്റെ അമ്മായിപ്പനൊന്നുമല്ല ഫ്രാങ്കോ പിതാവ്, മനസ്സിലായില്ല? എനിക്കെന്താ കാര്യം? പക്ഷേ ചില സത്യങ്ങൾ കണ്ടാൽ പറയണം. നിങ്ങൾ പറയാൻ അനുവദിക്കില്ല. എന്താ? ഞാൻ ഈ സത്യങ്ങൾ മുഴുവൻ പറഞ്ഞാൽ ഇതെല്ലാം പൊളിയും. ഈ കോടതി വിധി 100% സത്യവും നീതിയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അഭികാമ്യമായ വിധിയാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? ഞാനിതിലൊന്നും ഇടപെടാതിരിക്കുന്ന സമയത്ത് എല്ലാം ചർച്ച വന്നിട്ട് മിണ്ടാതിരിക്കുമ്പോൾ എന്നെ ഒരു ദിവസം ലാൻഡ് ഫോണിൽ ഒരാൾ വിളിക്കുന്നു. ഫോൺ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ കൊറങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈസ്തവ പുരോഹിതനെ ഭീകരമായി ആക്രമിക്കുന്നത് കാണുന്നില്ലേ? നിങ്ങൾ വലിയ നിഷ്പക്ഷനാണ്, നീതിമാനാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ ഈ കാര്യത്തിൽ ഇടപെടാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ കേട്ട ഫ്രാങ്കോ പിതാവിൻ്റെ രീതി മോശമാണ്. ഉടനെ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. ആ സ്ത്രീ കൊടുത്ത FI സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ FI സ്റ്റേറ്റ്മെൻറ്റും FIR 2ാം ദിവസം എടുത്തിട്ടുണ്ട്. ഈ രണ്ടും കൂടെ എടുത്ത് വായിച്ചിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണോ, നീതിയുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, കൊറങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരനാണ്. ഇത് വർഗീയമായി കാണിക്കുന്ന ഒരു വൃത്തികേടാണെന്നതിൻ്റെ വേദന തോന്നിക്കൊണ്ടാണ് ഒരു പുരോഹിതനോട് കാണിക്കുന്ന മര്യാദകൾ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇത് നിർബന്ധമായി നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. ദൈവം സാക്ഷി ശ്രീജ, ഞാൻ അപ്പോൾ തന്നെ കൊറങ്ങാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറെ വിളിച്ചു. അയാൾ ഒരു മാന്യനായ സബ് ഇൻസ്പെക്ടർ. ഞാൻ പറഞ്ഞു, ഈ കന്യാസ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ തന്നിരിക്കുന്ന പരാതിയും FI സ്റ്റേറ്റ്മെൻറ്റും
പിറ്റേ ദിവസം നിങ്ങൾ പോലീസ് എടുത്തിരിക്കുന്ന FIR രണ്ടിൻ്റെയും കോപ്പി വേണം. നിയമം അനുസരിച്ച് അത് കിട്ടാൻ അവകാശമുണ്ട്. ഞാൻ വിവരാവകാശ നിങ്ങൾക്ക് കത്ത് തരികയാണ്, ഉടൻ കിട്ടണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടൻ തരാമല്ലോ എന്ന് പറഞ്ഞു. ഒരു 2 മണിക്കൂറിനകം അത് എൻ്റെ കിട്ടി. ഞാൻ FI സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ ഈ സ്ത്രീ ഈ മെത്രാൻ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബലാത്കാരം ചെയ്തു എന്നാണ്. ആ ബലാത്കാരവും ബലാത്സംഗവും ഞാൻ വിശദീകരിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾ കൂടി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. അതായത് ജനം കേട്ടോണ്ടിരിക്കുകയല്ലേ. അതായത് ഈ സ്ത്രീയോട് മോശമായി പെരുമാറി. പക്ഷേ ശാരീരിക ബന്ധം എങ്ങനെയാ അത് മലയാളത്തിൽ മനുഷ്യന് മനസ്സിലാക്കി പറയുന്നത്? നോക്കൂ ശ്രീ PC ജോർജ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെ ഈ വിഷയത്തെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ പെനട്രേഷൻ വേണ്ട, അങ്ങനെ ഒരു പെനട്രേഷൻ വേണ്ട, റേപ്പ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അത് ആവശ്യമില്ല. അവരോട് മോശമായി പെരുമാറിയെങ്കിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് മതിയല്ലോ. അതായത് ഒരു പെൺകുട്ടി സുപ്രീം കോടതി വിധി തന്നെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തെ തോണ്ടിയാൽ അറിയാമോ? അപ്പൊ പിന്നെ അതിൽ ബലാത്കാരവും ബലാത്സംഗവും തമ്മിൽ വ്യത്യാസമില്ല. പ്രത്യേകിച്ച് ഇല്ല സർ, പറഞ്ഞതിന് ഞാൻ കുറച്ച് ചേർത്ത് പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ചർച്ചയാണ്, ഞാൻ ചർച്ച ചെയ്തിട്ട് പോകും, എന്റെ പണിക്ക് പോകും, എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പറഞ്ഞത് FI സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ കൊണ്ടുപോയി ഇതിന്റെ പേരിൽ ഈ സ്ത്രീയെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ FIRൽ 13 പ്രാവശ്യം ബലാത്സംഗം ചെയ്തെന്നായി. അതെങ്ങനെയാവും? അതാണ് കോൺട്രഡിക്ഷൻ വന്നു. ഇത് കുഴപ്പമല്ലേ? ഞാൻ ആ ഡോക്ടറോട് സംസാരിച്ചയാളാണ്. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ആ 13 അല്ല, അതിന് ഒരാളെ അപമാനിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത്ര രീതിയാണെന്ന് പറഞ്ഞു. എനിക്ക് വേറെ തെളിവുകളുണ്ട്, മനസ്സിലായോ? ശ്രീജയെ പോലുള്ള സ്ത്രീകളിരിക്കുമ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെല്ലാം കൂടെ കിടന്ന് ചാടുമല്ലോ. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കിയോ, ഇത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? പഞ്ചാബിലുണ്ടായ സാമ്പത്തിക തർക്കമാണ്. ഈ ഫ്രാങ്കോ മെത്രാനുമായിട്ടല്ല, ഫ്രാങ്കോ മെത്രാനും മുമ്പുള്ള മെത്രാനുമായി ഈ സിസ്റ്ററും കുറേ സിസ്റ്റേഴ്സും തമ്മിലുണ്ടായ സാമ്പത്തിക തിരിമറിയിലുണ്ടായ ഒരു പ്രശ്നമാണിത്. ഇതിനു മുമ്പിരുന്ന മെത്രാനോടും ഈ സ്ത്രീ തന്നെ പറഞ്ഞു, ഈ സ്ത്രീ സാമ്പത്തിക കണക്ക് ചോദിച്ച് മെത്രാനോട് ഭീഷണിപ്പെടുത്തിയപ്പോൾ മെത്രാനോട് ഈ സ്ത്രീ പറഞ്ഞു, താൻ എന്നെ പിടിച്ചെന്ന് പറയുമെന്ന് പറഞ്ഞു. ആ മെത്രാൻ ഇട്ടേച്ച് ഓടി. അതിനുശേഷമാണ് ഫ്രാങ്കോ വന്നത്. ഫ്രാങ്കോ പേടിച്ചില്ല. അതിന് കാരണം കൂടെ പറഞ്ഞുതരാം. ഫ്രാങ്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ആളാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആളാണ്. അപ്പൊ അതായത് അത്രയും സ്വാധീനമുള്ള ഒരാളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്ത് പരാതിയായാലും ശ്രീ PC ജോർജ്, ഒരു സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെട്ടാൽ, അഹങ്കാരത്തോടുകൂടി ഒരു സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെട്ടാൽ അത് ആ സ്ത്രീയുടെ പേരിൽ മുഖ്യമന്ത്രി, ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ അത് മതി. പരാതിപ്പെടുന്നേ ആര് പീഡിപ്പിച്ചു? അവരുടെ മെഡിക്കൽ പരിശോധനയിൽ എന്താണ് തെളിഞ്ഞത്? നോക്കൂ ശ്രീ PC ജോർജ്, അവരുടെ മെഡിക്കൽ പരിശോധനയിൽ ഇന്നിപ്പോൾ SP ഹരിശങ്കർ അടക്കം കൃത്യമായി പറഞ്ഞതാണ് മെഡിക്കൽ ശാസ്ത്രീയമായ തെളിവുകൾ. അത് കോടതി അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് പോട്ടെ, ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പോലീസും ബ്ലാക്ക് മാസിൽപ്പെട്ട ഒരു പറ്റം കന്യാസ്ത്രീകളും ചേർന്നുകൊണ്ടുണ്ടാക്കിയ വൃത്തികെട്ട കേസാണിത്. ഇതാണ് എൻ്റെ ആരോപണം. അത് പറയാൻ നിങ്ങൾ സമ്മതിക്കാമല്ലോ. അവരുടെ ശരീരത്തിൽ തൊട്ടിട്ടില്ല, അറിയാമോ? സത്യത്തിൽ അറിയാവുന്ന ആളുണ്ട്. ഞാൻ ഒരെണ്ണം ചോദിച്ചിട്ട് ശ്രീജിയോട്, രാത്രി 10:45 ബിഷപ്പിനെ മുറിച്ചെന്നപ്പോൾ ബിഷപ്പ് ബലാത്സംഗം ചെയ്തു എന്നാണുള്ള പരാതി. പിറ്റേ ദിവസം രാവിലെ ഈ കന്യാസ്ത്രീയുടെ സഹോദരന്റെ മകന് കൊച്ചിന് കുർബാന എഴുന്നള്ളിച്ചു കൊടുത്തത് ഈ മെത്രാനാണ്. അത് ഈ മെത്രാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കതിൽ അത്ഭുതമില്ല ശ്രീ PC ജോർജ്. കത്തോലിക്ക സഭ പോലൊരു സംവിധാനത്തിൽ ശ്രീ PC ജോർജ്, എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല. ഒരു രക്ഷാകർതൃ ബന്ധം, അതാണല്ലോ ഇന്ന് പറയുന്നത്, ഫിഡ്യൂഷ്യറി ആയിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ആ സ്ത്രീ പരാതി പിറ്റേ ദിവസം പറഞ്ഞില്ല എന്നതോ ആ സ്ത്രീ 10 കൊല്ലം കഴിഞ്ഞ് പരാതി പറഞ്ഞാലോ അതിൽ ഒരു വ്യത്യാസവും ഇല്ല ശ്രീ PC ജോർജ്. അവർക്ക് പിറ്റേ ദിവസം പരാതി പറയാൻ പറ്റില്ല. അവർക്ക് പിറ്റേ ദിവസം പരാതി പറയാൻ പറ്റില്ല. അവർ പറഞ്ഞത് 4 വർഷം കഴിഞ്ഞിട്ടാണെന്ന് ഇരിക്കട്ടെ, ഒരു വ്യത്യാസവും ഇല്ല അതില്. ഞാൻ പറയാം നിങ്ങളെ വേണം കേൾക്കാൻ തയ്യാറില്ലല്ലോ, പിന്നെന്താ ബഹളം വെക്കുന്നത്? എനിക്ക് വട്ടിന് സൂക്കേടുകളുണ്ടോ നിങ്ങൾ വർത്താനം പറയാൻ? ഒരു കാര്യം സ്ഥാപിക്കാൻ അനുവദിക്കുക. നിങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇന്ന് കോട്ടയം പ്രസ് എന്താണ് താങ്കൾ സ്ഥാപിക്കാൻ ആലോചിക്കുന്നത്? നോക്കൂ, കഴിഞ്ഞ ദിവസമല്ലേ ആക്രമിക്കപ്പെട്ട നടിയെ പറ്റി പറഞ്ഞ വാക്ക് അങ്ങ് തിരുത്തി പറഞ്ഞത്? കഴിഞ്ഞ ദിവസമല്ലേ അങ്ങ് തിരുത്തി പറഞ്ഞത്? ഒരുപക്ഷെ അങ്ങേക്ക് നാളെ ഈ കന്യാസ്ത്രീയെ പറ്റിയുള്ളതും തിരുത്തി പറയേണ്ടി വന്നാലോ? എനിക്ക് സൗകര്യമില്ല. ഇത് പറയാം, എനിക്ക് ബോധ്യമുള്ളവരും ബോധ്യപ്പെടും. എങ്ങനെ തിരുത്താൻ? 37 സാക്ഷികളെ വിസ്തരിച്ചറിയാമോ? ആ 37 സാക്ഷികളും ഒരുപോലെ പോലീസ് പറഞ്ഞ മൊഴി തന്നെ പറഞ്ഞു. പക്ഷേ
കോടതി പ്രതിഭാഗം വക്കീൽ ചോദിച്ചപ്പോൾ പൊളിഞ്ഞു വീണു. ഒറ്റ സാക്ഷി പോലും കക്ഷി പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് വിധി വന്നിരിക്കുന്നത്. ഈ ആക്രമിക്കപ്പെട്ട പറയുന്ന സിസ്റ്ററിന്റെ മൊഴി അതും കോടതി ചോദിച്ചപ്പോൾ വന്ന ഉത്തരവെല്ലാം പുറത്തു വരാൻ പോവുക. നീ ശ്രീജ ഉൾപ്പെടെ എന്നോട് ഷോ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം, അതെല്ലാം ഉടനെ കൊടുക്കാം. ഇതൊക്കെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുക. ഇങ്ങനെ പോയാൽ ആ സ്ത്രീയുടെ മൊഴിയുണ്ട്, മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയുണ്ട്, ഒപ്പിട്ട് ഇവരെ മൊഴിയുണ്ട്. ആ മൊഴിയൊക്കെ പുറത്തു വരുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെ പോകും? അയാൾ ഉത്തരം പറയേണ്ടി വരും കോടതിയിൽ നിന്ന്. മനസ്സിലായില്ലേ? ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയാമോ? ശ്രീ പി പി ജോസഫ്, നോക്കൂ, ജലന്ധർ ബിഷപ്പുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്ന ശ്രീ പി സി ജോർജ് പോലും ഉപയോഗിക്കുന്ന ഭാഷ കണ്ടില്ലേ? ആ ഭീഷണിയുടെ ഒരു സ്വരം കേട്ടില്ലേ? അത് അത്തരം സ്വരങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു മഠത്തിലെ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് പരാതി പറയാൻ വൈകിപ്പോയി എന്നതിന്റെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്നത് ശരിയാണോ എന്നതാണ് ഇന്ന് ഏറ്റവും ഉയർന്നു കേട്ട ചോദ്യം. കത്തോലിക്ക സംവിധാനത്തെ പറ്റി നന്നായി അറിയുന്ന അങ്ങേ പോലെ ഒരാൾ എന്തുകൊണ്ട് പരാതി പറയാൻ വൈകി എന്ന ഒരൊറ്റ പോയിന്റിലേക്ക് ഇത് ചുരുക്കുന്നുണ്ടോ? ശ്രീജ ഈ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. ഞാൻ പറയാം. കാരണം ഇവിടെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടത് ഇത് പരാതി കയറാൻ താമസിച്ചതിൻ്റെ പേരിലല്ല. അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന 10% സ്ത്രീ പീഡന കേസുകളിൽ ആ സ്ത്രീയുടെ മൊഴി സ്റ്റെർലിംഗ് വിറ്റ്നസ് ആണെങ്കിൽ, വാല്യുബിളായിട്ടുള്ള മൊഴിയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റാരോപണത്തെ ശിക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഈ കണ്ട 39 സാക്ഷികളെ വിസ്തരിച്ചു, ഈ കണ്ട 100 കണക്കിലുള്ള ഡോക്യുമെൻസുകൾ നോക്കി നിരവധിയായ സാക്ഷികളെ വിസ്തരിച്ചു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഞാൻ ഓർത്തു ഇത്രയും ധൈര്യത്തോടു കൂടി ആ ജഡ്ജിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. 1% പോലും ആ പറയുന്ന വിക്ടിമിൻ്റെ മൊഴിക്ക് സാധ്യതയില്ല, കൊറോബറേറ്റ് ചെയ്യാനുള്ള ഒരു കാരണവുമില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടത്. അല്ലാതെ പരാതി കൊടുക്കാൻ താമസിച്ചതിൻ്റെ പേരിലല്ല എന്നാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വലിയ വിജയമാണിവിടെ. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ആഗ്രഹിച്ചു കാണുമായിരിക്കും ഫ്രാങ്കോ മുളയ്ക്കലിനെ ശിക്ഷിക്കണം, തൂക്കിക്കൊല്ലണം. ഇന്ന് അതിന് വിരുദ്ധമായൊരു വിധി വന്നപ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ നിങ്ങളാരും മനസ്സ് കാണിക്കാത്തത് വളരെ വിഷമകരമാണ്. ഞാൻ ആദ്യമേ മുതൽ ഈ ചർച്ചയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വരികയാണ്. ഇന്ന് നമ്മുടെ ഹരിശങ്കർ പറഞ്ഞത് തീർത്തും തെറ്റാണ്. രണ്ടാമതായിട്ട് നമുക്കറിയാം, ആ കേസ് അന്വേഷിച്ച DYSP സുഭാഷിനെതിരെ പ്രതിഭാഗം മെഡിക്കൽ റെക്കോർഡ് തിരുത്തി എന്ന പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ് എന്താണ് തിരുത്തിയെന്ന് ഞാൻ പറയുന്നില്ല. അത്രയ്ക്ക് എന്ത് ഭാഗമാണ് തിരുത്തുന്നത് ഞാൻ പറയുന്നില്ല. അത് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് അതിനുശേഷമാണ് പീഡനം അല്ലെങ്കിൽ മറ്റുള്ള അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും പ്രകൃതി വിരുദ്ധത്തിൽ നിന്നും അത് റേപ്പിലേക്ക് മാറിയത്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ റെക്കോർഡിൻ്റെ ഒറിജിനൽ കോടതിയിൽ വരുത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് കോടതിക്ക് പോലും ഇവിടെ പോലീസുകാരടക്കമുള്ളവർ നടത്തിയ ഒരിത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് എന്താണ് കിടക്കുന്നത് നമുക്ക് നോക്കട്ടെ. കോടതി വിധി വന്നില്ലേ? കോടതി മുമ്പ് വരുന്നതിന് മുമ്പ് നമുക്ക് എന്തും പറയാമായിരുന്നല്ലോ. നിങ്ങൾ പറയുന്ന മുഴുവൻ ഭാഗങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലോ. അന്ന് വരെ പറഞ്ഞ എന്താണ്? ഫ്രാങ്കോ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ബിഷപ്പ് ഫ്രാങ്കോ ശിക്ഷക്കാരനാണെങ്കിൽ. ആ വാദമല്ലേ ഞാനടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നത്. ഇവിടെ ആരാണ് ഇടപെട്ടത്? കത്തോലിക്ക സഭയുടെ എന്തിട്ടു? ഇതിനകത്ത് അനാവശ്യമായി കത്തോലിക്ക സഭയെ കൊണ്ടുവരികയും അതിനേക്കാൾ ഉപരിയായിട്ട് മെത്രാനും കന്യാസ്ത്രീമാരുടെയും മോശമായി കാണിക്കാൻ ശ്രമിക്കുകയും വൈദികരെ മോശമായി കാണിക്കാൻ ശ്രമിക്കുകയും അതിനൊരു കൂട്ടം ചില ആൾക്കാരുടെ പിന്തുണയോടുകൂടി നടത്തിയ ഒരു നാടകം പൊളിഞ്ഞപ്പോൾ നിൽക്കകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇത് ക്രിസ്ത്യാനിയുടെ വിജയമാണ്. സമരത്തിലേക്ക് വരുമ്പോഴാണ് കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആകർഷിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആദ്യത്തെ 2 ദിവസം ആരും ഉണ്ടായിരുന്നില്ല. ഈ 5 കന്യാസ്ത്രീകൾ ഒഴിച്ച് ആരും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അവർക്ക് ഈ സമൂഹത്തിന്റെ പിന്തുണ കിട്ടുന്നത്. ആ വഞ്ചി സ്ക്വയറിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. അവർ ആരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ പറയേണ്ടത്. ആർക്കെതിരെ ഗൂഢാലോചന നടത്തി? ജലന്ധർ ബിഷപ്പിനെ പോലെ അധികാരവും പവറും പണവും എല്ലാം ഉള്ള ഒരു സഭയുടെ ഒരു വലിയ രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹത്തെ പോലെ അത്രയും വലിയ ഒരാൾക്ക് നേരെ ഈ ഒന്നുമില്ലാത്ത ഈ 5-6 കന്യാസ്ത്രീകൾ എന്ത് പോരാട്ടം നടത്താനാണ്? ആ പോരാട്ടത്തിലൂടെ അവർ എന്ത് നേടാനാണ്? ശ്രീജ, ഇത് നാൾ വഴി മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഈ കന്യാസ്ത്രീകൾ ഇറങ്ങിയെന്നും അതിൻ്റെ കഥയും പറയുവാൻ എൻ്റെ കയ്യിൽ പേപ്പർ ഇരിപ്പുണ്ട്. ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്.
ഞാനത് പറഞ്ഞ് എന്തിനാണത് കൂടുതൽ കേൾന്ന് വെച്ചിട്ടാണ്. വേണ്ട, നമ്മൾ വ്യക്തിപരമായ ഒരുപാട് ചർച്ച കാരണങ്ങൾ ഉണ്ടാകുന്നതിന്റെ ചെയ്തതാണല്ലോ. ഇത് പല അടിസ്ഥാനത്തിലാണ്. ഘട്ടത്തിലും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ നാൾ വഴിയൊക്കെ നമുക്കറിയാം. പക്ഷേ അതെ പറഞ്ഞത്. നമ്മളൊരു വാദം അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ 5 കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ 6 എന്തുകൊണ്ട് കന്യാസ്ത്രീകൾ ഈ ബിഷപ്പിനെതിരെ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു ലോജിക് വേണമല്ലോ. ഈക്വൽസ് തമ്മിലല്ലേ ഇത്തരം യുദ്ധങ്ങൾ നടക്കേണ്ടത്, വേണം. അല്ലാതെ ഏറ്റവും പറയാം. ദുർബലരായ ഈ അഞ്ച് ഇതുപോലെ ഈ 5 6 ശ്രദ്ധിച്ചേക്ക്. പേരുമായിട്ടാണോ? അല്ലല്ല, ഈ 5 കന്യാസ്ത്രീകളും വിവിധ കാരണങ്ങളാൽ ആ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ഒന്നല്ലേ മറ്റൊരു കാരണങ്ങളാൽ. ഇതിനകത്തെ വിക്ടിം എന്ന് പറഞ്ഞ കന്യാസ്ത്രീ, അവരെ പറ്റിയുള്ള പേഴ്സണലായ കാര്യങ്ങൾ, അവരെ പറ്റി വ്യക്തിപരമായ പരാതി, അവരെ പറ്റിയുള്ള വേറെ അവരുടെ തന്നെ ബന്ധുവിൻ്റെ, ഞാൻ പറയുന്നില്ല, ബന്ധുവിൻ്റെ ബന്ധുവിൻ്റെ അടുത്തൊരു ബന്ധുവായുള്ള പരാതി, അതിനെപ്പറ്റി ആ സ്ത്രീ കൊണ്ട് ജലന്ധർ ബിഷപ്പിന് പരാതി കൊടുക്കുന്നത് എന്താണ് കൊടുക്കുമ്പോൾ അതിനെതിരെ അന്വേഷണം വരുന്നു. അന്വേഷണം വരുന്നു. ഇതൊക്കെ കോടതിയിലുള്ളതാണ്. നിങ്ങളാരും കള്ളം പറയല്ല. കോടതിക്കകത്ത് കിടക്കുന്ന തെളിവുകളാണ്. ഇതെല്ലാം നാളുകളിൽ പരസ്യമായിട്ട് വരും. ആരെയും അപമാനിക്കാൻ ഞാനത് ശ്രമിക്കാത്തത്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് വരും. യാതൊരു ശതമാനം വിശ്വസിക്കുവാൻ കൊള്ളിയാലാത്ത വ്യക്തിമാണെന്ന് കോടതി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടത്. അല്ലാതെ ആദ്യം സാരാനും സ്വാധീനിക്കപ്പെട്ട ജഡ്ജിയല്ലത്. ആ ജഡ്ജി ഒരു നല്ല മഹാനായ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തെ മോശപ്പെടുത്താനും ആ ജഡ്ജിമെന്റ് നമുക്ക് ഇഷ്ടമല്ലെന്ന് കണ്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനടക്കം ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയാൻ പാടില്ല. ഈ വിധി ഞാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നോ അല്ലെങ്കിൽ ഈ വിധി തെറ്റാണെന്നോ. അദ്ദേഹമല്ല, അദ്ദേഹം അത് വായിച്ചു കേട്ടില്ല. അത് കേൾക്കാൻ അവിടെ അഭിഭാഷകരുണ്ട്, അങ്ങനെ ഉയർന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന് വേണേൽ പറയാമായിരുന്നു, ഞാൻ എല്ലാ തെളിവുകളും കൊണ്ട് കാണിച്ചതാണല്ലോ എന്ന്. ആ തെളിവുകളിലൊന്നും വിശ്വാസ്യതയില്ലാത്ത, ഒന്നുകൂടെ ചിന്തിച്ചു നോക്കണം. ഇദ്ദേഹം പറഞ്ഞു, ഇതേ പോലീസ് ഓഫീസർ ഈ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കുണ്ട്, അന്ന് പറഞ്ഞ വാക്കുകളുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ ഉടനെ തന്നെ അന്വേഷണം പൂർത്തിയാക്കി അദ്ദേഹത്തെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ വാക്കുകളാണ്. അതിനുശേഷം 2 സാക്ഷികളെയാണ് ഇവർ കണ്ട് ചോദിക്കുകയുണ്ടായത്. ഒന്ന് ലിസി വടക്കേലും, 2 കുര്യൻ വലിയകണ്ഠവും. ഇവർക്ക് 2 പേർക്കും ഒന്നും തന്നെയും പറയുവാനില്ലായിരുന്നു. ഞാൻ വെച്ചാൽ അങ്ങനെ ഒരു നീണ്ട ചർച്ചയിലേക്ക് പോകുന്നില്ല. ഇവിടെ സമൂഹത്തിൽ ക്രൈസ്തവ സഭയെ ആക്ഷേപിക്കാനും കിട്ടുന്ന ഒരു സാഹചര്യവും ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഇവരെല്ലാം ക്രൈസ്തവരായ ആൾക്കാരെല്ലാം മോശക്കാരാണെന്നോ അതിൻ്റെ ബിഷപ്പുമാരും വൈദികരും ആണെന്ന് വരുത്തി തീർക്കുവാൻ ഈ സംഭവത്തെ വളരെയധികം ഇവിടെ പല ശക്തികളും ഇവിടെ ഉപയോഗിച്ചു. പതിനഞ്ചാമത്തെ വയസ്സിൽ സഭയിലേക്ക് കർത്താവിന്റെ മണവാട്ടിയായി കയറി വന്ന് 50 വയസ്സ് പിന്നിടുന്നത് വരെ അതല്ലാതെ ഒരു ലോകം ഉണ്ടാകാതിരുന്ന ഒരു സ്ത്രീ അങ്ങനെ സഭയെ നശിപ്പിക്കാൻ, ബിഷപ്പിനെ തകർക്കാനൊക്കെ ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോഴാണ് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ പാനലിരിക്കുന്ന 2 സ്ത്രീകളും അതേ മനസ്സോടെ കർത്താവിന്റെ മണവാട്ടിമാരായി സഭയിലേക്ക് വന്നവരാണ്. അപ്പൊ അവരൊക്കെ പുറത്തിറങ്ങി വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങൾ കൊണ്ടാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.